ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ കൂടെ ഇത്രയും ഫ്രണ്ട്സ് നമ്മുടെ കൂടെ കൂടിയല്ലോ എന്നൊരു സന്തോഷമുണ്ട്. പിന്നെ കമൻറ്റ് വരുന്നുണ്ട്, ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഈവനിങ് റുട്ടീൻ ഒന്ന് കാണിക്കാം. ഈവനിങ് റുട്ടീനല്ല, ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തലേന്നേക്കുള്ള മാവ് അരച്ച് വയ്ക്കുന്ന പരിപാടിയിലാട്ടോ. അപ്പോൾ പിന്നെ സ്വത്തു ആണെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്വത്തുവിനെ കുറിച്ച് ഒത്തിരി പേര് അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കേണ്ടെന്ന് അറിയാതെ ഏട്ടൻ്റെ സ്വത്തുമൊക്കെ ഇതിനെ തേരാപ്പാരം നടക്കുകയൊക്കെ ചെയ്യേണ്ട കേട്ടോ. ഞാനാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന്. ആരും അറിയാതെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, ആർക്കും വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മദാ ജോലിയൊക്കെ മാറ്റി വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീര ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചീര, ഇലക്കറികൾ, മുരിങ്ങയുടെ ഇല, അതൊക്കെ. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് കണ്ടില്ലേ, കുറച്ചായി പച്ചക്കറിയൊക്കെ നല്ലപോലെ വാങ്ങിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ആദ്യം അങ്ങനെ എത്തി നോക്കാറില്ല. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോ ഒക്കെയാണ് വേണ്ടത്? നമ്മുടെ ഫാമിലി വ്ളോഗാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഞാൻ മാക്സിമം ഇപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ചേർന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ എല്ലാം വൃത്തിയാക്കുകയാണ്. അവരൊക്കെ അവിടെ ടി വി കാണുകയും ചായ കുടിക്കുകയും ഓരോ പണിയിലാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആരെയും ഒന്നാമത് സ്വത്തുവിന് വയ്യാത്ത കാരണം സ്വത്തുവിൻ്റെ ഒപ്പം എന്തായാലും ഒരാൾ മസ്റ്റായിട്ട് വേണം. വയ്യാന്ന് പറഞ്ഞാൽ അവൾക്ക് ഇപ്പോഴും കുരുത്തക്കേടിന് ഒരു കുറവുമില്ല കേട്ടോ. ഇച്ചിരി കൂടിയെന്ന് എനിക്ക് സംശയമുള്ളൂ. ഓരോന്നിനും പിടിച്ച് കയറാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ചത് നമ്മൾ സ്വത്തുവിന് എന്നും പാല് കൊടുക്കണ്ടല്ലോ, അതിൻ്റെ പാൽപ്പാടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ഫേസ് പാക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്യൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവൾ കഴിക്കില്ല, അവൾക്ക് നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല നെയ്യ് കൂട്ടി കഴിക്കേണ്ടതൊന്നും. അപ്പോൾ കുറച്ച് ഉണക്കമീനൊക്കെ എന്നോ വാങ്ങിയത്, അതൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ മീനൊന്നും അങ്ങനെ കഴിക്കാറില്ല, കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ നോമ്പിലാണ്. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വയ്ക്കാൻ വിചാരിച്ചു. ഉണ്ണി ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും അമ്മ അമ്മ എന്ന് വിളിച്ച് നടക്കുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ആശുപത്രിയിൽ പോയി. അവളിങ്ങനെ നഴ്സുമാരുടെ അടുത്തായിരുന്നു കുറച്ച് നേരം ICUവിലൊക്കെ കയറ്റി കൊണ്ടുപോയപ്പോൾ കുറച്ച് നേരം അവരുടെ ഒപ്പമായിരുന്നു. എന്നെയൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവൾക്ക് പേടിയാണ്, എന്നെ കാണാതിരിക്കുമ്പോൾ ചെറിയ പേടിയുണ്ട് കേട്ടോ പുള്ളിക്കാരത്തേക്ക്. അതാണ് 5 മിനിറ്റ് കൂടുമ്പോൾ അമ്മ അമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാനും ആണെങ്കിൽ അവളുടെ അടുത്തുനിന്ന് മാറാറില്ല, എപ്പോഴും ഒപ്പം ഇരിക്കുകയാണ് ചെയ്യാറ്. എനിക്കും അവളിങ്ങനെ പേടിച്ച് കരയുകയാണോ ഇനി ടെൻഷനാണോ എന്നറിയാണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അവളെ ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ. എന്താണെന്നറിയില്ല. അപ്പോൾ അമ്മ അമ്മ എന്ന് വിളിച്ച് എപ്പോഴും പിന്നാലെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അച്ഛനും അമ്മമ്മയൊക്കെ കളിക്കാതിരിക്കുന്ന കാരണം പുള്ളിക്കാരത്തി അവിടെ കുറച്ച് നേരം അവളുടെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പണികൾ തീർക്കട്ടെ എന്ന് വിചാരിച്ചു. വേഗം മാക്സിമം ഞാൻ എല്ലാ പണികളും വേഗം തീർക്കുന്നുണ്ട് കേട്ടോ. പണികളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്തൊക്കെയോ പണികൾ അവളുടെ അല്ലറ ചില്ലറ ഉണ്ടായിരുന്നു. അരി അരയ്ക്കാനുണ്ടായിരുന്നു, ചോറും കറികളൊന്നും നമുക്ക് വെക്കാനില്ല പ്രത്യേകിച്ച്. അല്ലാതെ കുഞ്ഞു കുഞ്ഞു പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കൂടി വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് അറിയുമ്പോഴല്ല നമുക്ക് വീഡിയോ ഇടാൻ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ വെച്ച മുരിങ്ങയുടെ ഇലക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ, രണ്ടാമതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന്
തട്ടിക്കൂട്ട് തക്കാളി കറി ഉണ്ടാക്കാം. തക്കാളി കറി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീട്ടിലെ. നല്ല ഒരു സിമ്പിളായിട്ടുള്ള കറി. ആകെ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി അധികം വേണം, 4 തക്കാളിയും, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, ഇത്രേ വേണ്ടുള്ളൂ. നല്ല എരിവും ചൂടിയൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒരു കറിയും വേണ്ടാതുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് അത് ഉണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു. അത് ഞാൻ ഉണ്ടാക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഉടൻ പണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് കളിക്കുന്നുണ്ട്. എല്ലാവരും മാക്സിമം ഉടൻ പണമൊക്കെ കളിച്ച് നോക്കുക. നമ്മുടെ അറിവും വർദ്ധിക്കും, ചുളുവിന് കാശും കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ അവിടെ ഞാൻ പച്ചമുളകും ഉള്ളിയൊക്കെ വേഗം അരിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ലെങ്ത്തിനുണ്ടാകത്ത് നമുക്കിവിടെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്. അത് തന്നെ ഭയങ്കര ലെങ്ത്തായിട്ടുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് ഞാൻ കുഞ്ഞു വ്ളോഗ്സായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാണിക്കാനില്ല. അതാ നമ്മൾ എത്ര തക്കാളി എടുത്തിട്ടുള്ളൂ. പച്ചമുളക് നമ്മളൊരു തക്കാളി എടുത്തത് ചീത്തയായിരുന്നു, അത് നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മുടെ ചീഞ്ചട്ടിയൊക്കെ എടുത്തെന്ന് വെച്ചു. തക്കാളിക്കറി ഉണ്ടാക്കിയാലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അമ്മയും സ്വത്തുകൂടെ നല്ല കളിയായിട്ട്. അമ്മ ഇവിടെ നാളേക്കുള്ള ഉപ്പേരിക്കുള്ള ചീരയൊക്കെ അരിഞ്ഞ് വയ്ക്കുകയാണ്. കുഞ്ഞു ചീരയായിരുന്നു കേട്ടോ. അമ്മ കുറേ നേരമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.